ഹായ്, എല്ലാവർക്കും ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ, തൃശ്ശൂർ ജില്ലയിലും കേരളത്തിലും തമിഴ്നാട്ടിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഓഹോ ബീച്ചിൻ്റെ മുന്നിലാണ്. ആ, ഇ- ഇതാണ് അതിൻ്റെ വ്യൂ. നിങ്ങൾ പലപ്പോഴും ഇത് വൈറലായ കുറേ വീഡിയോസിലും പിക്ചേഴ്സിലും ഒക്കെ കണ്ടിരിക്കും. വളരെ ബ്യൂട്ടിഫുള്ളാണ്. നല്ല അടിപൊളി ഒരു ബീച്ചാണ്. അധികം തിരക്കിപ്പോൾ ഇല്ല, കാരണം ഞാൻ വന്നിരിക്കുന്ന സമയം ഉച്ചയ്ക്കാണ്. ഒരു 12-1 മണി നേരത്തും ആളുകളുണ്ട്. അധികം ആളുകളും ഞാൻ കാണുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ടൂർ വരുന്ന ആളുകൾ ഇവിടെ 2-3 ദിവസമൊക്കെ നിന്നിട്ടാണ് പോകുന്നത് തോന്നുന്നു കേട്ടോ. അപ്പോൾ ബ്യൂട്ടിഫുള്ളാണ്. ശരിക്കും ഒരു സിനിമാറ്റിക് പ്ലേസ് എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാണ് ഓഹോ ബീച്ച്. ഓഹോ ബീച്ച് നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് കേൾക്കുന്നുള്ളൂ. പക്ഷേ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോസും റീൽസൊക്കെ കണ്ടതുകൊണ്ട് ഒന്ന് പോയി നോക്കിയതാണ്. ഇത് വരുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് ഒരു 23 കിലോമീറ്റർ അകലെയാണ്. തൃശ്ശൂർ വാടാനപ്പള്ളി റൂട്ടിൽ വന്ന് പിന്നെ തളിക്കുളം ചെന്ന് തിരിഞ്ഞ് ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് തമ്പാൻകടവ്, അവിടെയാണ് ഈ ഓഹോ ബീച്ച് ഉള്ളത്. ഓക്കെ, നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസൊക്കെയാണ്. ശരിക്കും ഈ കല്യാണം അങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നവർക്ക് വളരെ ഭംഗിയുള്ള ഫോട്ടോസൊക്കെ എടുക്കാവുന്ന അത്രയും നൈസ് വ്യൂസാണ്. ശരിക്കും നമ്മൾ പിക്ചേഴ്സിലൊക്കെ കാണുന്ന അതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത്. ഇതാണ് ആ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിൽ നോക്കുമ്പോഴാണ് നമുക്ക് രണ്ട് സൈഡും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഈ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല വൃത്തിയുള്ളൊരു ബീച്ചാണ് കേട്ടോ ഓഹോ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ വിഷ്വൽസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബീച്ചിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഉച്ചയായതുകൊണ്ടാണ്, സൺഡേ ആണ്. വൈകിട്ടാകുമ്പോഴേക്കും ഇവിടെയൊക്കെ ഫുള്ള് നിറച്ച ആളുകളായിരിക്കും. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് എന്നിട്ടും ആളുകൾ അത്രയും ഭംഗിയായിട്ട് വന്ന് വെള്ളത്തിലൊക്കെ ചാടി കുളിച്ചുകൊണ്ടിരിക്കുന്ന വ്യൂ ആണ്. കടൽ വലിയ പ്രശ്നക്കാരനായിട്ടല്ല തോന്നുന്നത്. വളരെ ശാന്തമായ രീതിയിലാണ്. അധികം വലിയ തിരകളൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് കാണുന്ന ഈ കറുത്ത കളറിലുള്ള പാടുകളൊക്കെ കടൽ കയറി വരുന്ന സമയത്ത് കടലിൽ തന്നെ ചെറിയ ചെറിയ വേസ്റ്റുകളൊക്കെ വന്ന് വീഴുന്നു. അല്ലാതെ വേറെ വേസ്റ്റുകളൊന്നും ഇവിടെ ഇല്ല. നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ബീച്ചാണ്. ഇതാ ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് എത്തിയത് കേട്ടോ. ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ കാറുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വൈകിട്ടാകുമ്പോഴേക്കും ഇവിടെ നിറച്ച ആളുകളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വെയിലായാലും ഈ സമയത്ത് തന്നെ വരാൻ തീരുമാനിച്ചത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വളരെ ശാന്തമായൊരു സ്ഥലമാണ്. നീറ്റ് ആൻഡ് ക്ലീനാണ്. നമ്മൾ മറ്റുള്ള ബീച്ചുകളിൽ പോകുന്ന പോലെയുള്ള വൃത്തികേടുകളോ അഴുക്കുകളോ അങ്ങനെയൊന്നുമില്ല. വളരെ ഡീസൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. തിക്കും തിരക്ക് ഇപ്പോഴില്ല, വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും നല്ല തിക്കും തിരക്കൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇതിൻ്റെ റൈറ്റ് സൈഡിലെ വ്യൂ ആണ്. ഇത് അവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് അത്ര ദൂരം വരെ റൈറ്റ് സൈഡിൽ പോകാം. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറേ ദൂരം, അതും നല്ലൊരു പ്ലേസാണ്. ലെഫ്റ്റ് സൈഡിൽ ഞാൻ കാണിച്ചു തരാം. അവിടെ നമുക്ക് ഇരിക്കാനും ഡ്രസ്സൊക്കെ വയ്ക്കാനും വെള്ളത്തിലിറങ്ങാനും പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനൊക്കെയുള്ള നല്ല സൗകര്യമുള്ളൊരു സ്ഥലം പോലെ എനിക്ക് തോന്നിയത്. കടൽ വളരെ ശാന്തമാണ്. ആളുകൾ ഈ നട്ടുച്ച നേരത്തും ഇറങ്ങിയിട്ടൊക്കെ വെള്ളത്തിൽ എൻജോയ് ചെയ്യുന്നു. നമുക്കൊന്ന് നടന്നു നോക്കാം. ഞാനിത് നിങ്ങളെ പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബീച്ചിൻ്റെ ഈ കാണുന്ന ഈ കറുത്ത പാടുകളൊന്നും ഡേർട്ടൊന്നുമല്ല. ഈ മരങ്ങളിൻ്റെയൊക്കെ വേസ്റ്റ്, ഈ ചില്ലകളൊക്കെ വീണ് ഉണങ്ങിയിട്ടുള്ളതൊക്കെ വീണത് ഹൈ ടൈഡ് സമയത്ത് അത് വന്ന് വീഴുന്നതാണ്, കൊണ്ടുവന്ന് ഇടുന്നതാണ്. അല്ലാതെ വലിയ കാര്യമായിട്ട് വേസ്റ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ചെറിയ ചെറിയ ആളുകളുടെ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് കാണാം. നമ്മൾ ആ നേരെ കാണുന്ന സ്ഥലമാണ് ശരിക്കും നല്ല പ്രൈവസി ഉള്ള ഒരു അടിപൊളി സ്ഥലം. നിങ്ങൾക്ക് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അവിടെ നല്ല ഭംഗിയായിട്ട് സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുള്ളാണത്. ആളുകൾ ഇത്രയും വെയിലും ചൂടൊന്നും പ്രശ്നമല്ല. ഞാനൊന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. നമുക്കത്ര വലിയ തിരകളൊന്നുമില്ല. കുട്ടികൾക്ക് വരെ ഇറങ്ങി, പക്ഷേ സൂക്ഷിക്കണം. ഞാൻ പറയുന്നത് കുട്ടികളെ കൊണ്ട് ഇറങ്ങാനല്ല പറഞ്ഞത്. വരുന്നവർക്ക് അത്യാവശ്യം ധൈര്യമായിട്ട് ഇറങ്ങി നിൽക്കാവുന്ന ഒരു വെള്ളത്തിൻ്റെ അവസ്ഥയാണത്.
ചില സ്ഥലത്തൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ മാറി കുറച്ച് അപ്പുറത്ത് ഇപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ ഭയങ്കര ഉയരത്തിലാണ് തിരമാലകളൊക്കെ വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വാക്ക് വേ പോലെ ഇരിക്കും. കുറേ ദൂരം മുന്നിലേക്ക് എടുക്കുന്നത്. അത് എത്ര ആളുകൾ വന്നാലും ഉൾക്കൊള്ളാവുന്ന സ്ഥലമുണ്ട്. മാത്രമല്ല ഈ ലെഫ്റ്റ് സൈഡിൽ ഞാൻ അവിടെ പോയി കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ പുലിമുട്ട് എന്ന് പറയും. ഇവിടെ അത് കടൽ ഭിത്തി കെട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ കുറേ പൈൻ മരങ്ങൾ പോലെയുള്ള മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പം നല്ല ഷെയ്ഡും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് നേരം ചാടി കളിച്ച് റെസ്റ്റ് എടുക്കണമെങ്കിൽ അതിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് റെസ്റ്റ് എടുക്കാനും പറ്റും. നമുക്ക് കടൽ കണ്ടുകൊണ്ടിരിക്കാം. കടൽ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നേരം പോണത് നമ്മൾ അറിയില്ല. അത്രയും ബ്യൂട്ടിഫുള്ളാണ് കടലിൻ്റെ വ്യൂ. കണ്ടോ? ഇത് കുറേ ദൂരമുണ്ട്. 1 കിലോമീറ്ററിന് കൂടുതൽ ഇങ്ങനെ മുന്നിലേക്ക് ഇതേ രീതിയിൽ സ്ഥലം കിടക്കണം. അത് നിരപ്പായ ഒരു മണൽത്തിട്ട. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിറച്ചും നമ്മുടെ വലിയ വലിയ ബോൾഡേഴ്സാണ് ഇട്ടിട്ടുള്ളത്. അതായത് നമ്മൾ കരിങ്കല്ലിൻ്റെ പീസുകളിലാണ് ഇട്ട് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു ക്ലോസ് വ്യൂ നോക്കാം. ഇതാണ് നമ്മൾ ഈ വാക്ക് വേയുടെ തൊട്ടപ്പുറത്തുള്ള കടൽ ഭിത്തിയും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കുറേ മരങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെയൊക്കെ നല്ല തണൽ വന്നു തുടങ്ങും. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല തണലായിരിക്കും ഈ സൈഡിലൊക്കെ. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ചാടി മറിഞ്ഞ് വന്നാലും വന്നിരുന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും. കണ്ടോ? ഇതാണ് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഓക്കെ, ഇവിടെ വേറെ ബോട്ടുകളും സംഭവങ്ങളും അധികം കാണാനില്ല. മീൻപിടുത്തമൊന്നും വലിയ കാര്യമായിട്ട് ഈ ബീച്ചിലില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അധികം അതിൻ്റേതായ തിക്കും തിരക്കൊന്നും ഇവിടെ ഇല്ല. ഇവിടെ കുറേ റിസോർട്ട്സാണ് ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത്. ആളുകൾക്ക് താമസിക്കാനും കടലിൻ്റെ അടുത്ത് താമസിക്കാനും എൻജോയ് ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്ലേസാണ്. നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാനോ 2 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാനോ റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്തടുത്തായിട്ട് തന്നെയുണ്ട്. കടലിൻ്റെ സൈഡിൽ തന്നെയുള്ള റിസോർട്ട്സാണ്. അപ്പോൾ ഇത്തിരി കൂടി നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ വന്ന വഴിയുള്ള ഒരു വ്യൂ. ഇപ്പോൾ തിരക്ക് ആളുകളെ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തിരക്കില്ല. നല്ല ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഫുൾ ആളുകളായിരിക്കും. ഫാമിലീസും ഫ്രണ്ട്സും അങ്ങനെ കുറേ ആളുകൾ വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ നിറച്ച ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് വളരെ ഫ്രീ ആയിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു കടലിൻ്റെ ഒരു രൂപം. കണ്ടോ? ഈ മണൽത്തിട്ട നമുക്ക് സ്ലോപ്പായിട്ടുള്ളത് കൊണ്ട് തന്നെ മുകളിലേക്ക് അങ്ങനെ വെള്ളം വന്നിട്ട് പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു ലെവൽ വരെയാണ് വെള്ളം തിര വന്നാലും ഉണ്ടാവുള്ളൂ. പിന്നെ വലിയ കാര്യമായിട്ട് തിരയൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മഴക്കാലത്ത് അത്രയും മഴ പെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ നല്ല തിരയുണ്ടായിരിക്കും. പക്ഷെ എന്തായാലും വളരെ കാമാണ് കടൽ. വന്ന് അടിക്കുന്നൊരു തിരയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ചാടി പറയാനൊക്കെ നല്ല രസമായിരിക്കും. കടലിങ്ങനെ പരന്ന് നിവർന്ന് കിടക്കുകയാണ്. ഞാൻ മുകളിലേക്കൂട്ടൊരു വ്യൂ ഇട്ടതാണ്. ഇരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ തിരിച്ച് നടന്നു വരുമ്പോഴേക്കും ആളുകളൊക്കെ വന്നു തുടങ്ങി. ഫാമിലീസാണ് അധികം വരുന്നത്. പിന്നെ കുറേ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ആയിട്ട് ആളുകൾ വരുന്നുണ്ടായിരിക്കും. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഈ ബ്രിഡ്ജിൽ നിന്ന് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഇവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ വെള്ളത്തിലൊന്നും കുളിക്കാനൊന്നും. അപ്പോൾ ഇവിടെയും നമുക്ക് സേഫായിട്ട് ഇറങ്ങി എൻജോയ് ചെയ്യാൻ, സ്വിം ചെയ്യാനൊക്കെ പറ്റും. കേട്ടോ, നിറച്ച ആളുകളായി ഇപ്പോൾ അവിടെ. വരുമ്പോൾ വളരെ കുറവ് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഈ അടുത്ത കാലത്ത് ഫേമസ് ആയ ഒരു ബീച്ചാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടൂറിസ്റ്റുകൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് കേട്ടാണ് കണ്ടോ. അതിൻ്റെ ഒരു വ്യൂ നോക്കും. ഇവരെ ഞാൻ ഇവിടെ വെച്ചാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഇവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ഇവരുടെ സംഭവം എന്താണെന്ന് അറിഞ്ഞത്. ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ചോദിച്ചപ്പോഴാണ് ഈ നടുക്കിലിരുന്ന പയ്യൻ ഇവരുടെ കൂടെ പഠിക്കുന്നതാണ്. ഇവനൊരു അപകടം പറ്റിയതിന് ശേഷം അവൻ്റെ അരയ്ക്ക് താഴെ തളർന്നു. അതിന് ശേഷം കൂട്ടുകാർ ഇവനെ പുറത്ത് കൊണ്ടുവന്ന ഒരു സീനാണ്. പലപ്പോഴും അവന് മുഴുവൻ തളർന്നിട്ടിരുന്നുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയപ്പോൾ കുറച്ച് എണീറ്റിരിക്കാനുള്ള കണ്ടീഷനൊക്കെ ആയി. അപ്പോൾ അത്രയും നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഉദാഹരണമാണ് കേട്ടോ. അവരോട് തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാം കേട്ടോ. എങ്ങനെ ബൈക്ക് ബന്ധപ്പെടാൻ പറ്റിയതാ? വീണപ്പോ എണീറ്റിട്ടുണ്ട്. പക്ഷെ ആൾക്കാരായിട്ട് കൊടഞ്ഞു തന്നെ. നട്ടലിന് പ്രശ്നം വന്നോ? സ്പൈനല്ല പറ്റിയത്. വീണപ്പന്നെ കഴിഞ്ഞിട്ട് ബ്ലഡ് ഒന്നും അതിനകത്താൻ്റെ ആൾക്കാരെ വിചാരിച്ചു ഒന്നും പറ്റിയിട്ടില്ല. എനിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ആൾക്കാരായിട്ട് നല്ല കൊടഞ്ഞു. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണേ. ആദ്യം വീക്കായിരുന്നു. അതായത് ഇരിക്കാൻ പോലും പറ്റിയോടുന്നില്ല.
ട്രീറ്റ്മെന്റ് നടക്കുന്നതിന്റെ ഇമ്പ്രൂവ്മെന്റ് അപ്പൊ കുഴപ്പമില്ല, ശരിയായിക്കോളും. ഇവിടെ തൊടുന്നൊന്നും ആദ്യം അറിഞ്ഞിരുന്നില്ല. അത് ഈ സ്പൈനിൽ വരുമ്പോഴുള്ള പ്രശ്നമാണ് അത്. അപ്പൊ നല്ല ധൈര്യമായിട്ടിരിക്കും. നമ്മളും ഫുൾ കണ്ടീഷനിലെല്ലാം നടക്കണം, അവർക്ക് അറിയാൻ ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അതുപോലെ തന്നെ വരും. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു കമ്പനി നന്നായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് ശരിക്കും ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ സ്ഥലം എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പാലത്തിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കനാൽ, അത് കഴിഞ്ഞാൽ കടൽ, വളരെ ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് വെറുതെ നിന്ന് തന്നെ സമയം പോകണം അറിയില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്നും ഇങ്ങോട്ട് വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.